My precious children of God, I greet each one of you in the mighty name of our Lord and Savior Jesus Christ. വിലയേറപ്പെട്ട ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. For our meditation, we are taken from Psalm 71:21, the beautiful verse from the Bible. ഇന്നത്തെ ധ്യാനത്തിനായി 71-ാം സങ്കീർത്തനം 21-ാം വാക്യം നമുക്ക് വായിക്കാം. ഒരു മനോഹരമായ വേദവാക്യം. You shall increase my greatness and comfort me on every side. അവിടുന്ന് എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ ആശ്വസിപ്പിക്കണമേ എന്നാണ്. This is a beautiful promise of God. ഇത് ദൈവത്തിന്റെ മനോഹരമായ ഒരു വാഗ്ദത്തമാണ്. God will increase your greatness and He will comfort you, my beloved children of God. ദൈവ പൈതങ്ങളെ, നിങ്ങളുടെ മഹത്വം വർദ്ധിപ്പിച്ച് അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കും. The word of God says in John 16:33, in this world you will have tribulation, but be of good cheer. The Lord says, I have overcome the world. യോഹന്നാൻ 16:33 വചനം പറയുന്നു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. The Lord Jesus, when He lived in this world, He also went through tribulation. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അവിടുന്ന് ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകാനിടയായി. But He lived a model life before us. എന്നാൽ അവിടുന്ന് നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയുള്ള ജീവിതം ജീവിച്ചു. He was praying and clinging on to His heavenly Father. അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗീയ പിതാവിനോട് പറ്റിച്ചേർന്നു നിന്നു. In the same way, my beloved ones, we have to look unto the Lord all the time. അതുപോലെ പ്രിയമുള്ളവരെ, നാം എപ്പോഴും ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കണം. Psalm 71:20 says, God shall revive me from all my troubles. 71-ാം സങ്കീർത്തനത്തിന്റെ 20-ാം വാക്യം പറയുന്നത്, ഞങ്ങളുടെ കഷ്ടങ്ങളിൽ നിന്നും നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും എന്നാണ്. According to 1 John chapter 5:19, the whole world lies under the sway of the wicked one. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 19 പ്രകാരം സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണെന്ന് വചനം വെളിപ്പെടുത്തുന്നു. And Psalm 143:3 also says, Satan makes us dwell in darkness. 143-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം പറയുന്നത്, സാത്താൻ നമ്മെ അന്ധകാരത്തിൽ അഥവാ ഇരുട്ടിൽ തള്ളിയിട്ടു എന്നാണ്. But how to come out of all such troubles? എന്നാൽ ഇങ്ങനെയുള്ള കലക്കങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം? So many people are suffering with many kinds of troubles. അനേക ആളുകൾ പലവിധമായ കലക്കങ്ങളാൽ ഭാരപ്പെടുകയാണ്. They are all the time murmuring. അവരെപ്പോഴും മുറുമുറുക്കുന്നു. Oh, I have this problem, that problem. എനിക്ക് ആ പ്രശ്നം, അല്ലെങ്കിൽ എനിക്ക് ഈ പ്രശ്നം. But there is a beautiful verse which says how to come out of such problems. എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്ന് കാണിക്കുന്ന ഒരു മനോഹരമായ വേദവാക്യമുണ്ട്. If you read Psalm 34:10, it says, those who seek the Lord shall not lack any good thing. 34-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം നാം വായിക്കുമ്പോൾ, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് കാണുന്നു. My friends, that's the only way. We have to cling on to God tightly. നാം ദൈവത്തോട് അധികമായി പറ്റിച്ചേരുക എന്നുള്ളതാണ് ഏക വഴി. Matthew 6:33 says, seek ye first the kingdom of God and His righteousness, and all these things shall be added unto you. മത്തായി 6:33 പറയുന്നത്, മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതെല്ലാം കിട്ടും എന്നാണ്. Yes, have the practice of looking unto the Lord. ദൈവത്തെങ്കിലേക്ക് നോക്കുന്ന ശീലം വളർത്തിയെടുക്കുക. Clinging on to the Lord. കർത്താവിനോട് പറ്റിച്ചേരുക. Open your heart widely and tell all your problems before the Lord. ഹൃദയത്തെ വിശാലമാക്കിക്കൊണ്ട് നിങ്ങളുടെ സകല പ്രശ്നങ്ങളും ദൈവം മുമ്പാകെ പകരുക. Our Lord is a prayer answering Father. നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന പിതാവാണ്. He'll surely supply all your need. തീർച്ചയായും നിങ്ങളുടെ സകല ആവശ്യങ്ങളും അവിടുന്ന് മാനിക്കും. As the word of God said, the Lord will increase your greatness and comfort you all the time. വചനം പറയുന്നത് പോലെ നിങ്ങളുടെ മഹത്വം വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളെ എപ്പോഴും അവിടുന്ന് ആശ്വസിപ്പിക്കും. Shall we look unto Him right now? ഇപ്പോൾ നമുക്ക് അവിടുത്തെങ്കിലേക്ക് നോക്കാം. Father, we cry unto Thee for all the things we are facing in this world. ഈ ലോകത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും അവിടുത്തോട് ഞങ്ങൾ കരയുകയാണ്. You know the hearts of each and every child who is crying before you. അവിടുത്തെ മുമ്പിൽ കരയുന്ന ഓരോ ദൈവപൈതലിന്റെയും ഹൃദയത്തെ അവിടുന്ന് അറിയുന്നുവല്ലോ. Whatever problems they are going through, you know, Father.
അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ അവിടുന്ന് അറിയുന്നുവല്ലോ. Lay thy mighty hand upon all your children. നിന്റെ മക്കളുടെ മേൽ അവിടുത്തെ കരം വെക്കുമാറാകണമേ. Take away all the worries. സകല ആകുലങ്ങളും നീക്കണമേ. Take away all the problems. പ്രശ്നങ്ങളെ പരിഹരിക്കണമേ. Deliver them right now by the power of God. ദൈവശക്തിയാൽ അവരെ ഇപ്പോൾ തന്നെ വിടുവിക്കണമേ. Let them receive your miracles right now. ഇപ്പോൾ തന്നെ അവിടുത്തെ അത്ഭുതങ്ങൾ അവർ അനുഭവിക്കട്ടെ. Comfort and console them. അവരെ ആശ്വസിപ്പിക്കുമാറാകണമേ. In Jesus' mighty name we pray. യേശുവിന് വല്ലഭത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.